ദിവസം ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് സമർപ്പിക്കുകയാണ്. ആദ്യം തന്നെ ഓർമ്മകളിലേക്ക് ഒരു എത്തിനോട്ടം. 4 വർഷം മുമ്പ് സുരേന്ദ്രൻജിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം. ദേശീയ പതാക തലതിരിച്ചു കെട്ടി ആ ദേശീയ പതാക സുരേന്ദ്രൻജി ഉയർത്തി. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നാണ്. എത്ര പെട്ടെന്ന് ദിവസം പോണത്, കാലം പോണൊരു പോക്കേ. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഇതൊക്കെ സുരേന്ദ്രൻജിയുടെ പഴയ കാലം. സുരേന്ദ്രൻജിയുടെ പുതിയ മുഖം എല്ലാരും കാണാൻ കിടക്കണേയുള്ളൂ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഞാൻ സുരേന്ദ്രനെ വെല്ലുവിളിക്കുകയാണ്. ആണത്തമുണ്ടെങ്കിൽ, ചങ്കൂറ്റമുണ്ടെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൃശൂർ ടൗൺ മണ്ഡലത്തിൽ വന്ന് മത്സരിക്ക്. കോൺഗ്രസ് നിങ്ങളെ പരാജയപ്പെടുത്തും, UDF പരാജയപ്പെടുത്തും. ഓഹോ, വെല്ലുവിളിയാണോ? കൊഞ്ചങ്ക പാറ് കണ്ണ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ തയ്യാറെന്ന് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോറ്റ അതിഗംഭീര ചരിത്രവുമായി കെ സുരേന്ദ്രൻ ഇനി തൃശൂരിലേക്ക്. കേരളം മുഴുവൻ പറന്ന് മത്സരിച്ചല്ലോ. ഇനി തൃശൂർ ജില്ല കൂടിയല്ലേ ബാക്കിയുള്ളൂ. ഇവിടെ കൂടി മത്സരിക്ക്, ഞങ്ങൾ തോൽപ്പിച്ച് വിട്ട് കാണിച്ചു തരാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻജി മത്സരിക്കുകയും ചെയ്യും, തോൽക്കുകയും ചെയ്യും. ജയിക്കുകയും ചെയ്യും. ഇത്തവണ നമ്മൾ ജയിക്കും. ഇത്തവണയെങ്കിലും ഒന്ന് വിരിഞ്ഞു കണ്ടാ മതി. 2029 മാത്രമല്ല, 2034 ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വോട്ട് ചേർക്കും. വലിയ ഭൂരിപക്ഷത്തിൽ, ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്നു ഞാൻ നിങ്ങളെ. ഇത് സുരേന്ദ്രൻജിയുടെ അഹങ്കാരമല്ല, കോൺഫിഡൻസ് ആണ്. ഇരട്ട വോട്ട് ചേർക്കാൻ മാത്രമല്ല, ഇരട്ട സ്ഥലത്ത് നിന്ന് മത്സരിച്ച് തോൽക്കാനും ഞങ്ങളുടെ സുരേന്ദ്രൻജിക്ക് കഴിവുണ്ടെന്ന് തെളിയിച്ചല്ലേ. അതുകൊണ്ട് ജിയോട് കളിക്കുമ്പോ സൂക്ഷിക്കണം ട്ടാ. എല്ലാത്തിനും പരിഹാരം കാണാനുള്ള കൃത്യമായിട്ടുള്ള ഒരു പാക്കേജുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തൃശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻജി ജയിക്കുന്നു. കേരളത്തിൽ 35 സീറ്റ് ബി.ജെ.പി. പിടിക്കുന്നു. അങ്ങനെ കേരളത്തിന്റെ ഭരണം ബി.ജെ.പിയുടെ കയ്യിൽ വരുന്നു. അതാണ് ഞങ്ങളുടെ സുരേന്ദ്രൻജി സ്വപ്നം കണ്ട കിനാശേരി. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 10-60,000 കള്ളവോട്ട് ചേർക്കണം എന്നുണ്ടെങ്കിലേ പിന്നെയാണോ ഈ ജയം? അയ്യോ, 60,000 കള്ളവോട്ട് ചേർത്തു നമ്മളല്ലാട്ടോ, സുരേന്ദ്രൻജി തന്നെ പറഞ്ഞതാ. 60,000 കള്ളവോട്ട് ഞങ്ങൾ ഇവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM-ഉം ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന UDF-ന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങി ചാവുന്നതാണ് നല്ലത്. ഞാൻ ചോദിക്കട്ടെ, ഈ കക്ഷിയല്ലേ പണ്ട് മഞ്ചേശ്വരത്ത് 15,000 കള്ളവോട്ട് ചേർത്തു എന്ന് പറഞ്ഞ് കോടതി പോയത് അല്ലേ? സുരേന്ദ്രൻ തൂങ്ങിച്ചെത്തില്ല എന്ന് മാത്രമല്ല, ആ കേസ് പിൻവലിച്ച് കണ്ടം വഴിക്ക് ഓടുകയാണ് സുരേന്ദ്രൻ ചെയ്തത്. അയ്യോ, അങ്ങനെ ചോദിച്ചൂടാ, അതൊക്കെ പഴയ കാര്യല്ലേ. ഇനി കാണാൻ പോണത് പുതിയ സുരേന്ദ്രൻജിനെയാണെന്ന് നേരത്തെ പറഞ്ഞതല്ലേ. പിന്നെ മഞ്ചേശ്വരത്തെ കാര്യം ഇനി പറയരുതിട്ടാ. അന്ന് ചെറിയ വോട്ടിനാണ് സുരേന്ദ്രൻജി തോറ്റത്. അന്ന് കള്ളവോട്ട് ആരോപണം ഉന്നയിക്കണം മൂപ്പർക്ക് ഉണ്ടായിരുന്നു. പിന്നെ സുരേന്ദ്രൻജി ഒരു മാന്യനായതുകൊണ്ടും കള്ളവോട്ട് ആരോപണത്തെക്കാൾ വലിയൊരു കള്ളത്തരാണ് സ്വയം പറയുന്നതെന്ന് ബോധ്യമുള്ളത് കൊണ്ടും മൂപ്പര് അതിന് മുതിർന്നില്ല. നിങ്ങൾക്കൊക്കെ ആ പാത പിന്തുടർന്നൂടെ? ഞാൻ 89 വോട്ടിന് തോറ്റ ഒരു സ്ഥാനാർത്ഥിയാണ്. 89 വോട്ടിന് മാത്രം. അന്ന് 6,000 കള്ളവോട്ടുകൾ എനിക്കെതിരെ അവിടെ നടന്നിട്ടുണ്ട്. ഞാൻ കോടതിയിൽ പോയി ബഹളമൊന്നും ഞാൻ വെച്ചില്ല. അപ്പൊ ഇനി ആരും കണ്ടില്ല പിടിച്ചില്ല എന്നൊന്നും പറയരുത്. കള്ളവോട്ട് ചേർക്കാനുള്ള ജിമാരുടെ അടുത്ത ഘട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. മനസ്സിലായില്ല? നിയമസഭാ സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി ബി.ജെ.പി. തുടക്കമിട്ടിരിക്കണൂന്ന്. കണ്ട ജിമാര് ഒരു മുഴം മുന്നേറിഞ്ഞത്. ജിമാരുടെ കള്ളത്തരങ്ങൾ ഇനിയും കേരളം കാണാൻ കിടക്കുന്നേ ഉള്ളൂ. തൃശ്ശൂരില് സംഭവിക്കാൻ പോകുന്നത് UDF-ന്റെ സംസ്ഥാനത്തെ ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവിന്റെ അതിൻ്റെതായ രീതിയിലുള്ള ഒരു പ്രതിഫലനം തൃശ്ശൂരിലെ അസംബ്ലി ഇലക്ഷനിലും ഉണ്ടാവും. ആര് വേണേലും വന്ന് മത്സരിച്ചോളൂ, ഞങ്ങൾ നോക്കിക്കോളാം. അതെന്താണ് അങ്ങനൊരു ടോക്ക്, അങ്ങനൊരു പുച്ഛം? വേണ്ട കേട്ടാ. മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോറ്റ ചരിത്രം കേരള രാഷ്ട്രീയത്തിൽ വേറെ ആർക്കുണ്ട്? പറയ്. എടപ്പാളോട്ടം പോലുള്ള പ്രസിദ്ധമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകി അതിൽ കണ്ണുവെച്ച് പിന്നെയും മത്സരിച്ച് പിന്നെയും തോറ്റ ചരിത്രം വേറെ ആർക്കുണ്ട്? പറയ്. അതുകൊണ്ട് സുരേന്ദ്രൻജിയോട് കളി വേണ്ടട്ടാ. ഡോണ്ടു തെരഞ്ഞെടുപ്പ് വന്ന സുരേന്ദ്രൻജിയുടെ സ്ഥാനാർത്ഥിത്വം അത് നിർബന്ധോ? ആർക്ക് നിർബന്ധം? സുരേന്ദ്രൻജിക്ക് തന്നെ മത്സരിക്കാ തോൽക്ക ഫണ്ട് മുക്ക അത്ര തന്നെ. പൊളിക്കണം നമുക്ക്. പിന്നെ സന്ദീപ് വാര്യര് വെല്ലുവിളിച്ചത് തൃശ്ശൂരിൽ മത്സരിക്കാൻ വേണ്ടിട്ടല്ലേട്ടാ, മത്സരിച്ച് ജയിച്ച് കാണിക്കാനാ പറഞ്ഞത്. അത് ഓർമ്മയിലുണ്ടായാ മതി.